മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ നവംബർ 20 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ നവംബർ 21 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്തും പാറശാലയിലും നവംബർ 24 രാവിലെ 8 മണി മുതൽ. സോപാനം ഓഡിറ്റോറിയം, കൊല്ലം. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ കേൾക്കാറുണ്ട് സൂപ്പർ നാച്ചുറലിനെ തൊടണം. അതായത് ഈ ലോകത്തെ സൂപ്പർ നാച്ചുറലായ ദൈവിക അത്ഭുതങ്ങൾ തൊടുവാനിടയാകണം. എങ്ങനെയാണ് ഈ ഭൂമിയിൽ ആ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ നടക്കുന്നത്? ദൈവം അതിന് ആരെയാണ് ഉപയോഗിക്കുന്നത്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നും നിങ്ങളിലുള്ള പ്രത്യേകത എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ ആയിരുന്ന സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നു. ഞാൻ നിങ്ങളുടെ തോന്നൽ പറയട്ടെ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സൂപ്പർ നാച്ചുറൽ. ഈ നാച്ചുറലിനെ തൊടണം. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെന്ന് കരങ്ങൾ ഉയർത്തിക്കുക. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ, നിങ്ങൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമോ? വഴക്ക് പറയൂ? വഴക്ക് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കൊച്ചിനെ 2 ദിവസം മിണ്ടാതിരിക്കും? അങ്ങനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ വഴക്ക് പറയുന്നതും വർത്താനം പറയുന്നതായിട്ടൊരു ബന്ധമില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ അവരോട് വർത്താനം പറയും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായതല്ല സന്താനം. സീരിയസ്ലി നിങ്ങൾക്കുണ്ടായതാ കൊച്ചെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വർത്താനം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ് മിണ്ടിയാലും ഫീൽ ചെയ്യത്തില്ല. അങ്ങനെയല്ലേ? അപ്പം അപ്പനും അമ്മയും ആളുകൾ അന്ന് കരമേർത്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ മോന്ത കൂർത്ത ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം സംതിങ് റോങ് വിത്ത് യു. എന്നിൽ നിന്ന് നിങ്ങൾ ജനിച്ചതല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രധാന പ്രാർത്ഥനകളിൽ ഒന്നാണ് സൂപ്പർ നാച്ചുറൽ. എന്തിനെ തൊടണം? നാച്ചുറലിനെ തൊടണം. എല്ലാവരും പറഞ്ഞേ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ ആത്മലോകം, ആത്മാവിന്റെ ലോകം, അല്ലെങ്കിൽ അസാധാരണമായ അനുഭവങ്ങൾ ഈ സാധാരണമായ ലോകത്തെ തൊടണം. ഞാനൊന്നും പറയും കർത്താവേ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ അസാധാരണമായ ലോകം, അസാധാരണമായ ശക്തികൾ ഈ ഭൂമിയെ തൊടണം, എന്റെ ജീവിതത്തെ തൊടണം, എന്റെ കുടുംബത്തെ തൊടണം. പക്ഷെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ജോണേ, സൂപ്പർ നാച്ചുറൽ ലോകത്തെ തൊടണമെന്ന് നീ പ്രാർത്ഥിച്ചു, ദാറ്റ്സ് ഗുഡ്, നല്ലതാണ്. പക്ഷെ ഒരു ചോദ്യം, നീ ആരാണ്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചത്, നീ ആരാണ്? നീ ആരാണ്? ഹല്ലേലൂയ. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും സൂപ്പർ നാച്ചുറൽ ആണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറയാം. അടുത്തിരിക്കുന്ന ആളോട് കൈ എടുത്തിട്ട് പറയാം, നമ്മളിലുള്ള സൂപ്പർ നാച്ചുറലിനേക്കാളും വലിയത് ഒന്നും ഇനി വരാനില്ല. ഒന്ന് കൈയടിച്ചില്ല, ആരും കമ്മി പറഞ്ഞില്ല. നമ്മളിലുള്ള സൂപ്പർ നാച്ചുറലിനേക്കാളും വലിയൊരു അത്ഭുതം ഇനി വരാനില്ല. പറ, ഒരു അത്ഭുതമില്ല. ഒരു അത്ഭുതം, മരിച്ചവർ ഉയർത്തെഴുന്നതിനേക്കാൾ വലുതാണ് നമ്മളിലുള്ള സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. അതെന്തുവാ ഈ പറയുന്നത്? നമ്മളെന്തോ സോ സിമ്പിൾ. അഖിലാണ്ടത്തിന്റെ ഉടയവനായവൻ എന്റെ ഉള്ളിൽ വാസം ചെയ്യാൻ തുടങ്ങി. ആമേൻ. നിങ്ങൾ അതിന് ആമേൻ പറഞ്ഞില്ല. മഹത്വത്തിന്റെ പ്രത്യാശയായവൻ എന്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങി. The hope of glory. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയാ, ഞാൻ നിങ്ങളിൽ എന്നെ വെളിപ്പെടുത്തും. സ്വർഗം പറഞ്ഞ വാചകങ്ങളിൽ പ്രധാനം, ഞാൻ എന്നിൽ നിങ്ങളെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്ത് അവൻ തന്നെ മാനിഫെസ്റ്റഡ് ആകാൻ തയ്യാറായി.
അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകലത്തിന്റെയും ഉടയവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നതിനേക്കാൾ വലിയ ഒരു സൂപ്പർ നാച്ചുറൽ എന്തുവാ? Amen. Hallelujah. മറിയ ഗർഭം ധരിച്ചു. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷെ ഞാനിന്ന് പറയും, മറിയ ഗർഭം ധരിച്ചതിനേക്കാൾ വലുതാണ് ഞാൻ അനുഭവിക്കുന്നത്. Amen. മറിയുടെ ഉദരത്തിലാവൻ വന്നേ, എന്റെ ഉള്ളിലാവൻ വന്നേ. രണ്ടാണ്. Hallelujah. Oh, wonderful. കുറച്ചും കൂടെ കയറി പറയാം, മറിയുടെ ഉദരത്തിലാ വന്നേ. പക്ഷേ ഇന്ന് എൻ്റെ ഉള്ളിൽ വന്ന യേശുവിന്റെ പ്രത്യേകത, എൻ്റെ കൈ അവന്റെ കൈയാണ്, എൻ്റെ വായ അവന്റെ വായാണ്, എൻ്റെ ശരീരം അവന്റെ ശരീരമാണ്. മറിയോട് കർത്താവ് പറഞ്ഞില്ല, ഡോണ്ട് യു നോ നിനക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് മറിയോട് പറഞ്ഞില്ല. Amen. Hallelujah. അവന് ഉദരത്തിലായിരിക്കുന്നിടത്തോളം കാലം നീ വീഞ്ഞു കുടിക്കരുത്. Love you, Jesus. ആയിരിക്കുന്നോളം കാലം. പക്ഷെ കുറച്ചും കൂടെ ഹയർ ലെവലാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ഇടം. അടുത്തിരിക്കുന്നവരോട് പറ, നീ ദേവാലയമാണ്, നീ ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ആലയമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചിട്ട് പറ, ഞാനൊരു ദേവാലയമാണ്. കൂടെ എത്തിയുള്ള ഹല്ലേലൂയ പറ. ഞാൻ അങ്ങനെയാണ് എങ്കിൽ, ഞാൻ ആ സൂപ്പർ നാച്ചുറൽ ആണ് എങ്കിൽ, സൂപ്പർ നാച്ചുറലി ഭൂമിയെ തൊടുകയല്ല വേണ്ടേ, സൂപ്പർ നാച്ചുറലായി ഞാൻ ഒരാളെ തൊടുമ്പോ നാച്ചുറൽ ആയിരിക്കുന്ന ഒരാൾ സൂപ്പർ നാച്ചുറലിലേക്ക് കടക്കുകയാ. ചിലതിനെ സൂപ്പർ നാച്ചുറലിലേക്ക് കൊണ്ടുവരേണ്ടതിനെ ആണ് എന്നെ ദൈവം വിളിച്ചിട്ടുള്ളത്. Hallelujah. നിങ്ങൾ അതിന് കൈയടിച്ചില്ല. Love you, Jesus. നിങ്ങൾ ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? കർത്താവേ, ബ്രദർ എപ്പോഴാണോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ബ്രദർ എപ്പോഴാണോ എന്നോട് ദൂത് പറയുന്നത്? ബ്രദറെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് ദൂത് പറയാൻ പ്രാർത്ഥിക്കാൻ നല്ലത്, എനിക്കൊരു വിഷമമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാം? നീ തൊട്ടാൽ ഒന്ന് ശബ്ദം ഉയർത്ത, നീ തൊട്ടാൽ. നീ ഒരു സാധാരണ വ്യക്തിയല്ല. Yes. Do Hallelujah. you know I'm an ordinary person? Amen. Who told you you are an ordinary person? ആരാ നിന്നോട് പറഞ്ഞേ നീ ഒരു സാധാരണക്കാരനാണ്? യേശുവേ. Hallelujah. ഞാനൊരു സാധാരണക്കാരനാ. Love you, Jesus. നമ്മുടെ മൈൻഡ് മുഴുവൻ അവിടെ ആയിരിക്കുന്നേ. Amen. ഞാൻ സാധാരണക്കാരനായിരുന്നു, Love you, Jesus. പക്ഷേ യേശുവിനിൽ വസിച്ച ദിവസം മുതൽ, ഞാൻ നിമിഷം മുതൽ ഞാൻ മാറി. ഞാനൊരു പുതിയ സൃഷ്ടിയായി. ഞാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന പദവിയിലേക്ക് കയറി. അന്ന് മുതൽ ഞാൻ ദൈവത്തിൻ്റെതെന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. എന്റെ കൈ എന്ന് പറയുന്നത് യേശുവേ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നീ ആരാന്നറിയാമോ? ചോദിക്കേ, നീ ആരാന്നറിയാമോ? നിങ്ങളുടെ മുഖത്ത് നീണ്ട മുഖമാണ് നിങ്ങൾക്കുള്ളത്. ഒന്നും കൂടെ ചോദിച്ചേ, നീ ആരാന്നറിയാമോ? ലൂക്കോസ് 10:16 പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ എന്റെ വാക്കാ കേൾക്കുന്നതെന്ന്. നിങ്ങളെ ആരെങ്കിലും കൈക്കൊണ്ടാൽ അവരെ എന്നെയാ കൈക്കൊള്ളുന്നതെന്ന്. നിങ്ങൾ ആരെങ്കിലും പുറത്താക്കിയാൽ അവരെ എന്നെയാ പുറത്താക്കുന്നതെന്ന്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിന്റെ വാക്ക് കേട്ട യേശുവിന്റെ വാക്കാണെന്നോ? ഓ, അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ, അയ്യോ പറ, പറ, നിന്റെ വാക്ക് യേശുവിന്റെ വാക്കാണ്. എന്റെ വാക്ക്. Is it true? Yes. നിങ്ങൾ ഈ ബൈബിളിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടാന്ന പരുവത്തിലാണ് നിങ്ങൾ പോകുന്നത്. ചില കാര്യങ്ങൾ പറയും യേശു അല്ല, വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളം നൽകും, ആരെങ്കിലും തലയിൽ കൈവച്ചാൽ സൗഖ്യമാവും, അത് വേണം. വിശ്വസിച്ചാൽ സൗഖ്യം കിട്ടും, അത്ഭുതമുണ്ടാവും, അത് വേണം. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വായ എന്ന് പറഞ്ഞ പറയാം, ഞാനെങ്ങനെ ദൈവത്തിന്റെ വായ വരാ? ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തും കൂടെ വായി വന്നെല്ലാം പറഞ്ഞിട്ട് വന്നതാ. അതെങ്ങനെയാ ദൈവത്തിന്റെ വായ വന്നേ? എന്നിട്ട് ഇവിടെ വന്ന് കർത്താവേ വെല്ലം തരണ വല്ല, ഇതിനൊക്കെ നല്ല തെണ്ടാൻ പോയിക്കൂടെ? നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുക.
നിന്റെ വാക്കുകൾ, യേശു പറയാ, നിന്റെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ കൈയടിക്കുന്നെങ്കിൽ ചുണയായിട്ട് കൈയടിക്കണം. ആമീൻ പറയുന്നെങ്കിൽ ആമീൻ പറയണം. ചുണയായിട്ട് ആമീൻ പറയണം. ഹല്ലേലൂയ. ലവ് യു ജീസസ്. യേശുവേ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ നിങ്ങൾക്ക് വല്ല മനസ്സിലായി? എന്റെ ശബ്ദം അവന്റെ ശബ്ദമാ, എന്റെ വായ അവന്റെ വായാണ്, എന്റെ നാക്ക് അവന്റെ നാക്കാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ യേശു സംസാരിച്ചു തുടങ്ങുകയാണ്. ഞാൻ ആരാണെന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് കടലിൽ പോയി പതിക്ക എന്ന് പറഞ്ഞ് അത് നിങ്ങളോട് പറയും, സർ ഞാനിപ്പോ പോയേക്കാന്ന് പറയും. ആമേൻ. ഹല്ലേലൂയ. ലവ് യു. നിങ്ങൾ എന്റെ ഒപ്പ് എത്തിയോ? പക്ഷെ നമ്മൾ പറയുന്ന ദൈവമേ സൂപ്പർ നാച്ചുറൽ, ഈ നാച്ചുറലിനെ തൊടണമേ. പക്ഷെ കര ഉയർത്തിന്ന് പറഞ്ഞേ, ഞാനൊരു സൂപ്പർ നാച്ചുറൽ ആണ്. ആമേൻ. ഞാനൊരു സൂപ്പർനാച്ചുറൽ. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? സർവശക്തനായവൻ എന്റെ ഉള്ളിൽ, സർവത്തിന്റെയും അധികാരിയായവൻ എന്റെ ഉള്ളിൽ. കൈകളടിച്ച് ഒരു നല്ല ആമീൻ പറ. ഹല്ലേലൂയ. ലവ് യു ജീസസ്. യേശുവേ. താങ്ക് യു ലോർഡ്. അടുത്തിരിക്കുന്ന ആളെ കൈ തൊട്ടിട്ട് പറ, ഞാൻ ഒരാളെ തൊട്ടാൽ സൂപ്പർ നാച്ചുറൽ നാച്ചുറലിനെ തൊടുകയാണ്. നാച്ചുറലിനെ തൊടുകയാണ്. മുഖത്ത് നോക്കിയല്ലോ പോലും അല്ല പറയുന്നേ. കൈ കാണിച്ച, ഞാൻ ഒരാളെ തൊട്ട അയാളുടെ മുഖത്തോട്ട് നോക്ക, എന്നിട്ട് പറ, കെട്ടിയവനും അല്ല ഇരിക്കുന്നെങ്കിൽ മാറി കയറി പിടിച്ചോ. കെട്ടിയവനാണെങ്കിൽ പിടിപ്പിക്കണ്ട. നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കുക, ബ്രദറിന്റെ സക്സസിന്റെ രഹസ്യം എന്തോ? പറഞ്ഞു തരട്ടെ. എന്റെ സക്സസിന്റെ രഹസ്യം ഒത്തിരി മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല. ഞാൻ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാം, എൻ്റെ ഉള്ളിൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുക. ഐ ഹാവ് എൻ അവയർനെസ്, ബോധമുണ്ട്. ഞാൻ തൊട്ടാൽ ചിലത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഐ ആം സൂപ്പർ നാച്ചുറൽ. ഞാൻ പ്രകൃതിയാതീതമായ മനുഷ്യനാണ്. കാരണം പ്രകൃതിയാതീതമായ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ തൊടുമ്പോൾ ചിലത് സംഭവിക്കാം. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്, യേശുവിനെ അറിഞ്ഞ സമയത്ത്, ഞങ്ങളുടെ ഉള്ളിലെല്ലാം ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു പോയത് രക്ഷ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അന്ന് വിശുദ്ധനായി ജീവിക്കണമെന്നും ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന സൂപ്പർ നാച്ചുറൽ സ്പിരിച്വൽ വേൾഡാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ മെസ്സേജിന് ഇട്ടിരിക്കുന്ന പേര് ന്യൂ വേൾഡ് ആൻഡ് ന്യൂ ലോ ആൻഡ് ഓർഡർ. ഇതൊരു വലിയ കാര്യമാണ്. എത്രത്തോളം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ഉള്ളിലെല്ലാം ചിന്ത, അന്ന് പഠിപ്പിച്ച ആളുകളെല്ലാം പഠിപ്പിച്ചതിൻ്റെ പ്രധാന ഫോക്കസ് സ്വർഗത്തിൽ പോകണമെന്നായിരുന്നു. ജീവിച്ച ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് പറയാമോ? ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന ആ വലിയ ആഴമേറിയ അനുഭവമാണ് എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മറ്റൊന്നുമില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ആമയും പറഞ്ഞേ. പക്ഷേ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് മരണാനന്തരമുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് അന്ന് ഗ്രഹിച്ചിരുന്നത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. വിശുദ്ധിയിൽ ജീവിക്കുന്നതും നീതിയിൽ ജീവിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ പോകാനാ. പക്ഷേ സ്വർഗത്തിൽ പോകണം എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ വേഗം മരിച്ചായിരുന്നെങ്കിൽ വേഗം വരായിരുന്നു എന്ന്. കുറച്ചുകൂടെ നന്നായി പറഞ്ഞ, മരണം എന്ന ആ കടമ്പ് കടന്നു കിട്ടണമെന്ന് സ്വർഗത്തിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? പക്ഷെ ഞാൻ വേദവസം വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായേ, സ്വർഗം എന്ന് പറയുന്നത് മരണാനന്തരം മാത്രം അനുഭവിക്കാനുള്ള കാര്യമല്ല,
ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെ അനുഭവിക്കുവാൻ കൂടെയാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. Amen, amen. Wonderful Jesus. Hallelujah. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? Hallelujah. Love you, Jesus. ഞാൻ അപ്പോസ്തല പ്രവൃത്തികളും പുതിയ നിയമത്തിലെ ലേഖനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ, അല്ല പഴയ നിയമം വായിക്കുമ്പോൾ പോലും എനിക്ക് മനസ്സിലായത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെല്ലാം അവരിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ സ്വർഗീയ അനുഭവങ്ങളാൽ നിറഞ്ഞവരായിരുന്നു. Amen, Jesus. Hallelujah. പക്ഷെ നമ്മളെ പഠിപ്പിച്ച ആത്മലോകം എന്ത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അത് തെരഞ്ഞെടുക്കപ്പെട്ട ആരോ ഒരാൾക്ക് വേണ്ടി മാത്രം വിളിക്കപ്പെട്ടതാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ ജീവിച്ചത്. Hallelujah. Hallelujah. പക്ഷേ Amen. പക്ഷേ ഇപ്പൊ കുറച്ചും കൂടെ മനസ്സിലാകാൻ തുടങ്ങി. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 500ഓളം ആളുകൾക്ക് പ്രത്യക്ഷനായതുപോലെ, ശിഷ്യന്മാർക്ക് മാത്രമല്ല 500ഓളം ആൾക്ക് പ്രത്യക്ഷനായതുപോലെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അനേകർക്ക് സ്വർഗം യാഥാർത്ഥ്യമാകേണ്ടതിനാണ് യേശു കാൽവറിയിൽ മരിക്കുകൂടെ ചെയ്തത്. ആമേൻ. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ക്രിസ്തീയത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗത്തെ അനുഭവിച്ചു തുടങ്ങി സ്വർഗത്തിലേക്ക് കടക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. Amen, amen. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, ആ സമയം മുതൽ ആ വ്യക്തി സൂപ്പർ നാച്ചുറൽ ആയി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് ദൈവം തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു. ആ വ്യക്തിക്ക് പഴയതുപോലെ ഇനി ആകുവാനായി കഴിയത്തില്ല. പഴയ വ്യക്തിയല്ല, പഴയ കാര്യങ്ങളിൽ നിന്നും ആ വ്യക്തി പൂർണ്ണമായും പുറത്തു വന്നു. പിന്നീട് പുതിയൊരു വ്യക്തിയായി, ചില സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തിയെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗത്തെ അനുഭവിക്കാൻ കഴിയും. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സേതു കരമന എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞ സേതു? ഓക്കെ. ആന്റി ഒരു ജോലിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ചർച്ചിലെ ലീഡേഴ്സ് ആന്റിയുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ആന്റിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ആന്റിക്ക് ഒരു ഗവൺമെന്റ് ജോലി 6 മാസത്തേക്കായി നൽകിയെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ജോലി കിട്ടി 6 മാസത്തേക്കായി സിവിൽ സർവീസിൽ. ഓക്കെ, അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സബ് കളക്ടർ എല്ലാവരും ട്രെയിനിങ്ങിന് വരുന്ന സ്ഥലം. അവിടെ ചേച്ചിക്ക് ജോലി കിട്ടി. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് കൊടുത്ത നന്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. ദൈവം ചെയ്ത അത്ഭുതത്തിന് നന്ദി പറയാം. ബ്രദർ, ഈ ബ്രദറിൻ്റെ പേര് മണിയൻ എന്നാണ്. തിരുമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ ബ്രദർ വാടകയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി വീടുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ആ സമയത്തായിരുന്നു നമ്മുടെ ചർച്ചിൽ നിന്ന് ലീഡേഴ്സ് വിസിറ്റിങ്ങിന് വീട്ടിലേക്ക് പോയത്. ലീഡേഴ്സ് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ബ്രദർ പറയുന്നത് കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട് ബ്രദറിന് ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവം നൽകിയതിന് നമുക്ക് നന്ദി പറയാം. പക്ഷെ നമുക്ക് വാടക വീട് വേണ്ട, നമുക്ക് സ്വന്തമായ വീട് മതി. ഒരു നല്ല ആമേൻ പറഞ്ഞു. ഈ സിസ്റ്റർ പേര് ലീലാബായി എന്നാണ്. ലീലാബായി. പരക്കുന്ന എന്ന സ്ഥലത്ത് നിന്ന് സിസ്റ്റർ വരുന്നത്. നിങ്ങൾ എന്ത് ബായി എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾ ലീലാബായി എന്നാ ചോദിക്കുന്നത്. ഓക്കെ, പറഞ്ഞേട്ടെ. ഈ സിസ്റ്ററിന് ഇന്നലെ രാത്രി 12 പെരുമ്പാവൂരെങ്ങനെ ചെന്നിട്ട് ബായി എന്നെങ്ങനെ പറഞ്ഞ അടിച്ചോണ്ട് പോകും കേട്ടോ. പറഞ്ഞേട്ടെ. ഈ സിസ്റ്ററിന് ഇന്നലെ രാത്രി 12 മണി മുതൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കൈയും കാലിനും സഹിക്കാൻ പറ്റാത്ത അത്രയും ചൊറിച്ചിലായിരുന്നു. എന്നാൽ സിസ്റ്റർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് ചൊറിച്ചിൽ മാറുക, ഇപ്പൊ തന്നെ മാറുകയാണെങ്കിൽ നാളെ ഞാൻ ചർച്ചിൽ പോയി സാക്ഷി പറയാന്ന് പറഞ്ഞു. അടിപൊളി. അങ്ങനെ അപ്പോഴേ തന്നെ ആ ചൊറിച്ചിൽ മാറിപ്പോയെന്ന സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ബ്രദർ, ഈ ബ്രദറിന്റെ പേര് ജസ്റ്റിൻ എന്നാണ്. ജസ്റ്റിൻ എന്നാണ്. കരിങ്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് ബ്രദർ വരുന്നത്. കരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ ബ്രദറിന് വിദേശത്ത് പോകാനായിട്ട് ഓഫറിംഗ് ലെറ്റർ വരാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. മാർത്താണ്ഡ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ തടസ്സമായിരുന്നു. ബ്രദറിനെ കണ്ട് മാർത്താണ്ഡ മീറ്റിംഗിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എല്ലാം ക്ലിയർ ആയെന്നാണ് ബ്രദർ സാക്ഷ്യം. എനിക്ക് തോന്നുന്നു മാർത്താണ്ഡത്ത് ഒത്തിരി കാര്യം ദൈവം അന്ന് ചെയ്തിട്ടുണ്ടാവും. ബ്രദറെ, ഈ സിസ്റ്ററുടെ പേര് ജ്യോതി. ഈ സിസ്റ്റർ മാനാംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്ക് 6 മാസമായിട്ട് പൈൽസിന്റെ രോഗം മൂലം വളരെയധികം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. 6 മാസമായിട്ട് പൈൽസ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുമൂലം ക്ഷീണം,
ആഹാരം തീരെ കഴിക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചു, ഒത്തിരി മരുന്ന് കഴിച്ചു, ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ഭവനത്തിൽ വെച്ചിട്ട്, വേറെ സിസ്റ്ററുടെ ഭവനത്തിൽ വെച്ച് ഈ സിസ്റ്റർ സെൽ മീറ്റിങ്ങിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരുന്നു. സെൽ മീറ്റിങ്ങിൽ വെച്ച സിസ്റ്റർ ഈ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഈ സിസ്റ്ററുടെ എല്ലാ രോഗാവസ്ഥയിൽ നിന്നും കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. നമ്മുടെ ഈ പാലക്കാട് സെൽ ഗ്രൂപ്പിന് അറ്റൻഡ് ചെയ്തതാണ്. അറ്റൻഡ് ചെയ്ത സമയത്ത് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടുകൂടി പൈൽസ് മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത് ഞാൻ പ്രാർത്ഥിച്ചതല്ല, അറിയേണ്ടത് ഇവിടെ നമുക്ക് ചർച്ചിൻ്റെതായ കൊച്ചു സെൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ സെൽ ഗ്രൂപ്പിൽ ഒരു സഹോദരി പ്രാർത്ഥിച്ചതാണ്. കർത്താവ് സൗഖ്യം കൊടുത്തു. പൈൽസ് ഇല്ല. കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞേട്ടെ. സിസ്റ്റർ, ഈ സിസ്റ്ററിൻ്റെ പേര് താര മോഹൻ എന്നാണ്. കവടിയാറ് നിന്നുമാണ് വരുന്നത്. ഈ സിസ്റ്ററിൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. സിസ്റ്റർ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. 2011 എൻജിനീയറിംഗ് കഴിഞ്ഞു, പാസ്സായി. 11 മുതൽ സിസ്റ്റർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ടെസ്റ്റുകൾ എഴുതി. സിസ്റ്റർ പറയുന്നത് പെർമനൻ്റ് ആയിട്ടൊരു ജോലി ഇതുവരെയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം സിസ്റ്റർ പറയുന്നത്, സോളി സിസ്റ്റർ മെസ്സേജ് പറയുന്നതിനിടയിൽ ഇങ്ങനെയൊരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിലിപ്പിയർ 2:13 ഇങ്ങനെയാണ് പറഞ്ഞത്: ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ടുള്ളത്. ആ വാക്യത്തെ സിസ്റ്ററിൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. അന്ന് മുതൽ സിസ്റ്റർ ഈ വാക്യത്തെ കൺഫസ് ചെയ്യാൻ തുടങ്ങി. പഠിക്കുമ്പോഴെല്ലാം ഇത് കൺഫസ് ചെയ്ത് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങി. സിസ്റ്റർ പറയുന്നത് എക്സാം എഴുതിയപ്പോൾ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിസ്റ്റർ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ വട്ടിയൂർക്കാവില് സിസ്റ്റർ KSB സബ് എഞ്ചിനീയർ ആയിട്ട് ജോലി ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഏത് വർഷമാണ് പാസ്സായത്? ഞാൻ 2011 BTech പാസ്സായതാണ്. അന്ന് മുതലേ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 10-13 വർഷത്തോളമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുകയാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ ശക്തി ഒന്ന് ഓർത്തു വയ്ക്കേ, ദൈവവചനത്തിൻ്റെ ബലം ഒന്ന് ഓർത്തു വയ്ക്കേ. കർത്താവ് കൊടുത്തപ്പോൾ എത്രയോ ശ്രേഷ്ഠമായത്, മനോഹരമായത് കൊടുത്തു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് നവംബർ 26 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോന്നും ശ്രേഷ്ഠമാണ്. അത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കാൻ കഴിയുന്നത് അത് അസാധാരണമായ ഒന്നാണ്. അത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത്, അത് അനുഭവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഭാരത്തോടോ പ്രയാസത്തോടോ കർത്താവിനോട് ചിലത് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടാണോ ആയിരിക്കുന്നത്? അല്ല, ചില അത്ഭുതങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണോ ആയിരിക്കുന്നത്? ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമ്മളായിരിക്കുന്ന ആ പ്രശ്നത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, സർവശക്തൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലായിരിക്കുന്ന രോഗങ്ങൾ, വേദനകൾ അതെന്നെ തൊടാൻ പാടില്ല. പിശാച് തരുന്നു എന്ന് പറയുന്ന ഒരു കാര്യവും എൻ്റെ ലൈഫിൽ അനുവദിക്കപ്പെടാൻ പാടില്ല. കർത്താവെ, ഈ കുടുംബങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുത പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. ഹല്ലേലൂയ. നന്ദി യേശുവേ. നടുവിനും ഹിപ്പിനും അതേപോലെ തന്നെ മുട്ടുകൾക്കും പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. നടുവിനും ഹിപ്പിനും അതേപോലെ കാൽമുട്ടുകൾക്കും പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. കർത്താവിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അതേപോലെ ചെറുപ്പത്തിൽ സൈക്കിളിൽ നിന്ന് വീണതിനെ തുടർന്ന് ഇപ്പോഴും ചെറിയ പ്രയാസങ്ങൾ തൻ്റെ ഹിപ്പിൻ്റെ ഒരു സൈഡിലുണ്ട്. പലപ്പോഴും ഇപ്പോഴും
ആ വീഴ്ചയെ തുടർന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും തന്നെ അലട്ടുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നപ്പാ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളും കർത്താവെ, അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇവർ സമൃദ്ധിയിലേക്ക് വരണം. ഇവർ വേദനിക്കുന്ന ആ ഭാരങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്നും മാറിപ്പോകണം അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിലും ക്രിസ്തുവിൻ്റെ കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.